കൊടുങ്ങല്ലൂരിൽ നവ്യാനുഭവം പകർന്ന സൗഹൃദ പെരുന്നാൾ. കൊടുങ്ങല്ലൂരിലെ പൗരപ്രമുഖരെ പങ്കെടുപ്പിച്ച് MIT ടൗൺ ജുമാ മസ്ജിദിൽ നടത്തിയ സൗഹൃദ പെരുന്നാൾ നവ്യാനുഭവമായി. പള്ളിക്കകത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തിരുന്ന് പെരുന്നാൾ നമസ്കാരത്തിനും അനുബന്ധ ഉദ്ബോധന പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും സാക്ഷിയാകാൻ കഴിഞ്ഞത് വൈകാരിക അനുഭവമായി അതിഥികൾ പങ്കുവച്ചു. പലരും ക്ഷണിക്കപ്പെട്ട അതിഥിയായി ഒരു മുസ്ലിം പള്ളിയുടെ അകത്ത് കയറുന്നത് തന്നെ ആദ്യമായിരുന്നു. പുതിയ കാലത്തിൻ്റെ വെറുപ്പിൻ്റെ വിപണിയിൽ സാമൂഹ്യ സൗഹാർദ്ദം വർദ്ധിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുള്ള ഇത്തരം പരിപാടികൾ തുടർന്നും നടക്കേണ്ടതിൻ്റെ ആവശ്യകതയും എല്ലാവരും ഊന്നിപ്പറഞ്ഞു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA, നെടിയതളി ക്ഷേത്രം പ്രസിഡന്റ് നടുമുറി ബാബു ശാന്തി, ഡോക്ടർ KP സുമേധൻ, ഡാവിഞ്ചി സുരേഷ്, സുധീഷ് അമ്മവീട്, ബാബുരാജ് ഭഗവതി, ഫിലിം ഡയറക്ടർ പ്രശാന്ത് ഈഴവൻ, ചിത്രകാരൻ സുധി ഷൺമുഖൻ, ബിപിൻ ദാസ്, ശ്രീനാരായണ ദർശനവേദി കൺവീനർ NB അജിതൻ, BI ശിവരാമൻ, മോഹൻകുമാർ, അസോസിയേറ്റ് ഡയറക്ടർ നെൽസൺ, ആർട്ട് ഡയറക്ടർ ഡാനി മുസ്രീസ്, ഷൈൻ കൊട്ടേക്കാട്ട്, വേണു VP തുരുത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പെരുന്നാൾ നമസ്കാരത്തിനും ഉദ്ബോധന പ്രസംഗത്തിനും ഖത്തീബ് അനസ് നദ്വി നേതൃത്വം നൽകി. എന്ന് നാം തിരിച്ചറിയണം. ഇത് തന്നെയാണ് ബലിപെരുന്നാളിന്റെ പൊരുളം എന്ന് നാം തിരിച്ചറിയണം. അനവസരത്തിലുള്ള അപക്വമായ പ്രസ്താവനകൾ സമൂഹത്തിൽ പരത്തുന്ന അപരവിദ്വേഷങ്ങളെ കുറിച്ച് നമ്മൾ അസ്വസ്ഥപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഏതൊക്കെ സമൂഹങ്ങൾ എന്തൊക്കെയോ അനാവശ്യമായിട്ട് നേടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സമുദായങ്ങളെ പ്രത്യേകമായി പ്രതിക്കൂട്ട് നടത്തുന്ന പ്രസ്താവനകൾ അത് തീർച്ചയായിട്ടും കേരളത്തിന്റെ പ്രബുദ്ധതക്ക്, കേരളത്തിന്റെ മതേതര സാഹചര്യത്തിന് അനുകൂലമല്ല, അതൊരിക്കലും തന്നെ അനുയോജ്യമല്ല. PD അബ്ദുൾ റസാഖ് മൗലവി സമാപനം പ്രസംഗം നടത്തി. പലസ്തീൻ ഐക്യദാർഢ്യത്തിനായി സ്ഥാപിച്ച വിഷ് ബോർഡിൽ കുട്ടികളും മുതിർന്നവരും സന്ദേശങ്ങൾ പിൻ ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി കൊടുങ്ങല്ലൂർ ടൗൺ പ്രാദേശിക അമീർ ഉമർ അബൂബക്കർ, MK അബ്ദുൾ സലാം, റഷീദ് സൂഫ, PK മുഹമ്മദ്, PS ഹിബത്തുല്ല, TH ഹബീബ്, PS നജീബ് എന്നിവർ നേതൃത്വം നൽകി. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കരുണയുടെയും ദിനമായിട്ട് നമുക്ക് വലിയൊരു കൂട്ടായ്മയാണ് നമുക്കിവിടെ അനിവാര്യമായി. സൗഹൃദത്തിൻ്റെ കൂട്ടായ്മകൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇന്ന് എനിക്കും ഇതിലേക്കൊന്നും കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും നല്ല സൗഹൃദപൂർവമായിട്ടുള്ള സ്നേഹബന്ധത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എന്ന് ഈ ദിനങ്ങളിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് ഒന്നായിരുന്നുകൊണ്ട് സുഗത പ്രദാനം ചെയ്യുമാറും സമർപ്പണം ചെയ്ത പ്രവാചകരുടെ ഒക്കെ തന്നെ സ്മരണയിൽ നമുക്ക് സമർപ്പണം ചെയ്തു. അന്യരുടെ മതത്തിന് വേണ്ടിയിട്ട് തൻ്റെ ശരീരവും മനസ്സും ചിന്താധാരകളെയും സമർപ്പിച്ചുകൊണ്ട് ലോകത്തിന് നന്മകളും സാഹോദര്യവും വളർത്തിയെടുക്കാൻ, ആഹ്ലാദം ഇരട്ടിക്കാൻ, അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക എന്നാണല്ലോ പറയാം. അപ്പോൾ ഇന്ന് ബലിപെരുന്നാളിൻ്റെ ഈ ആഹ്ലാദ നിമിഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് പറയാം. അത് കേരളം പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പ്രദേശം ആണ് എന്നതിനേക്കാൾ അപ്പുറം ഉണ്ട്. എന്നാലും ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാനായിട്ടുള്ള വല്ലാത്തൊരു അനുഭവത്തെ നിങ്ങൾക്ക് കൂടി പകർന്നു തരികയാണ്. ഇനി എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലമാണ്. അത്രയും വിവിധമായ ഒരു കാലത്ത് ചേർത്ത്